അപ്പോൾ നമ്മൾ നാദിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഇപ്പോൾ ഓൾറെഡി കല്യാണ ചെറുക്കനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ എന്തായാലും അറിയത്തില്ല, വിളിച്ചില്ല, സമയം കിട്ടിയില്ല. ഞാൻ അപ്പോൾ അതാ റെഡിയാകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തു. ഹെയർ നമ്മൾ രാവിലെ തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെയർ സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ മുഖത്താകെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ മാമായത്തിൻ്റെ നിയാസിൻ ടോണർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോണർ മാത്രം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇന്നലെ പോയി ത്രെഡ് ചെയ്തു. ഞാൻ വേഗം പറയുന്നത് സമയം പോയി. ഞാൻ ലേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു 11:30 ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നു. കുറച്ച് സമയമായി. നമുക്ക് റെഡിയാവാം. അപ്പോൾ അതായത് നമ്മൾ ഹീറ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ തലയിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു എന്താ പറയുക ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സ്ട്രീക്സിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റ് സ്പ്രേ ആണ്. ഇത് ഞാൻ തലയിൽ അടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഹൈ ഗൈസ്, നമ്മളിപ്പോൾ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. ഞാനൊരു അബൌട്ട് ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ട്, സെറ്റായിട്ടില്ലേ? ഹെയർ നമ്മളപ്പോൾ സെറ്റ് ചെയ്ത് നമുക്ക് മുഖത്തുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ആദ്യം പറഞ്ഞിരുന്ന പോലെ ഞാൻ ഇത് മാമായത്തിൻ്റെ നിയാസിൻ ഫേസ് ടോണർ ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തത്, ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖത്തെ ഈ പാടൊക്കെ ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ നല്ല ഒരു ഗ്ലോ തരും. പിന്നെ ഇതൊട്ടും ഇങ്ങനെ സ്റ്റിക്കി അല്ല, ഓയിലി അല്ല. അതാണ് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാനിത് കയ്യിലും അപ്ലൈ ചെയ്യും കേട്ടോ. രാവിലെ അല്ല, ഉച്ചക്കത്തെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് ഓവറാക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ചെയ്ത് വരുമ്പോൾ എന്താവുമെന്നുള്ളത് അറിയത്തില്ല. നെക്സ്റ്റ് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് എടുക്കുന്നത്. കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമുക്ക് വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ട്, റിസപ്ഷൻ വൈകിട്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മേക്കപ്പ് നല്ലപോലെ തന്നെ റിമൂവ് ചെയ്ത് ആദ്യമായിട്ട് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ CC ക്രീം വെച്ചിട്ട് ചെറുതായിട്ട് എൻ്റെ ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേക്കാം. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ CC ക്രീം അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പിൽഗ്രിമിൻ്റെ സെറം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ഇത് നമുക്കത് ഈ ഷാഡോ ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ് ഇപ്രാവശ്യം ഐക്ക് ഞാൻ കൊടുത്തത്. കുറച്ച് ഗ്ലിറ്ററിങ് പരിപാടികളും കൂടെ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഐലൈനർ എഴുതാൻ പോവാണ്. മസ്കാര കുറച്ച് ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു. എന്താണെന്നറിയില്ല, ടൈം കിട്ടുമോ ടൈം പോകുമോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ എന്താ എന്തായിരുന്നു എൻ്റെ പേര്, മസ്കാര. അപ്പം ഞാൻ മസ്കാര അപ്ലൈ ചെയ്തു. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണെഴുതിയേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ എന്താ പറയുക, അടിയിലൊന്നും ഇല്ലാത്ത തന്നെ നമ്മൾ നല്ല തിക്കായിട്ടാണ് എഴുതിയത്. ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ കുറച്ച് ഡിമ്മാവുന്ന പോലെ എനിക്ക് തോന്നുന്നു. കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വലിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഞാൻ മൊത്തം തുടയ്ക്കാൻ പോവാ. എന്ത് വയ്യ, സൺസ്ക്രീനില്ല, ഞാൻ പുറത്തിറങ്ങൂല. അയ്യോ, ഞാനെങ്ങനെ അത് മറന്നുപോയി. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചേക്കുന്ന സൺസ്ക്രീനാണിത്. അക്വലോജിക്കയുടെ D10+UV സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മളത് മറന്നുപോയ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അവസ്ഥ നോക്കണേ. നട്ടുച്ചയ്ക്കാണ് പോകുന്നത്. വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തേനെ. ബട്ട് എന്താ പറയുക, നമ്മൾ നട്ടുച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റുമോ? ഗോവ ട്രിപ്പൊക്കെ പോയിട്ട് കരിഞ്ഞുണങ്ങി വല്ലാതെ സ്കിന്നൊക്കെ വല്ലാത്ത വികൃതമായിട്ടുള്ള രീതിയിലാണ് ഞാനും
ഈ കൈയും തിരിച്ചു വന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്കിന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്തൊന്ന് നല്ല വഴിക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റല്ലേ ഗൈസ്? തെറ്റാണ്. ഉച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇല്ല നമ്മൾ പുറത്തിറങ്ങരുത്. ഞാൻ ഇപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങുന്നെങ്കിൽ മുറ്റത്ത് തുണി വിരിച്ചിടാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് ഫൗണ്ടേഷൻ ഇടാനുള്ള ഒരു ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ CC ക്രീം മാത്രം അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ CC ക്രീം അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ സൺസ്ക്രീനിൻ്റെ കാര്യം ഓർത്തത്. എന്നാലും ഞാനതെങ്ങനെ മറന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഐബ്രോ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. മെയിനായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഇതും മറന്നു പോകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതെന്താ അവൾ സൺസ്ക്രീൻ ഇടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ ആ സമയത്ത്. പക്ഷെ ഞാൻ ഓർക്കുന്നില്ലല്ലോ. ലൈവായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിയിട്ട് പറയാമായിരുന്നു. എന്തായാലും സെറ്റിംഗ് സ്പ്രേ അടിക്കാം. അപ്പോൾ അതാ നമ്മുടെ സെറ്റിംഗ് സ്പ്രേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് ലിപ് ബാം ഇട്ടില്ലായിരുന്നു. ലിപ്സ്റ്റിക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല കൺഫ്യൂഷനിലാണ്. ഇതിലേത് കളർ ഇടും. ഇതെല്ലാം ഒരു കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഇതെല്ലാം ഒരു കളറല്ല ഗൈസ്. ഇതെല്ലാം വേറെ വേറെ കളറാണ്. ബ്രൗൺ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഡിമ്മായി പോകുന്നൊരു സംശയം ഫേസ്. പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പിങ്ക് കളറായി പോകുന്നൊരു സംശയം. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് മിക്സ് ചെയ്തിടണം എന്ന് വിചാരിക്കുന്നു. കയ്യിലപ്പോൾ തീരാതെ നിൽക്കുന്ന ഈ ഒരു ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നത്. അതായത് ന്യൂഡ് പിങ്ക്, നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ്. അത് തീരാറായി. തീർന്നു ആക്ച്വലി. ഞാൻ എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇഷ്കി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് നമുക്ക് എന്താ പറയുക മിക്സ് ചെയ്ത് നോക്കാം. കളർ നല്ലതാണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. ഞാൻ തോന്നി ഒരുപാട് പിങ്ക് ടച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ബ്രൗൺ ലിപ്സ്റ്റിക്കും കൂടെ നമ്മുടെ ലാക്മിയുടെ ഏതായിരുന്നു നമ്മുടെ ഷെയ്ഡ് ബ്രിക്ക് ന്യൂഡ് ഷെയ്ഡും കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഷെയ്ഡും കൂടി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇതാണ് ലാസ്റ്റ് കിട്ടിയ ഷെയ്ഡ്. ഫോണിൽ കാണുന്ന ഷെയ്ഡല്ല, നേരിട്ട് കണ്ണാടി കാണുമ്പോൾ വേറൊരു ഷെയ്ഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖത്തിൻ്റെ ഫൈനൽ ലുക്ക്. ബ്ലഷ് ഇടണോ ഗൈസ്? ബ്ലഷ് ഇടണ്ടല്ലോ. നമുക്ക് ബ്ലഷ് ചെറുതായിട്ടൊന്ന് ഇടാലേ. നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലഷും കൂടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മുഖത്തിൻ്റെ ഫൈനൽ ലുക്ക്. ആക്ച്വലി നമ്മൾ മുടി നമ്മൾ ചെയ്തത് കുറച്ച് ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മൾ മുഖമൊക്കെ കഴുകാൻ പോയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറം അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് സ്ട്രീറ്റ്സിൻ്റെ സെറമാണ്. ഇന്നലെ വാങ്ങിച്ചോളൂ, പുതിയത് പഴയ വീട്ടിൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെയർ ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ട് സെറം അപ്ലൈ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇയറിങ് നമുക്ക് സെലക്ട് ചെയ്യണം. എനിക്ക് സിമ്പിളായിട്ടുള്ളത് മതി. ഇനി നമുക്ക് വൈകുന്നേരം ബ്രേസ്ലെറ്റ് ഇട്ടു, സിമ്പിൾ. ബട്ട് നമ്മുടെ കമ്മൽ പക്ഷേ സിൽവർ ടൈപ്പായി പോയെന്ന് തോന്നുന്നു. നമുക്കത് ചേഞ്ച് ചെയ്യാമല്ലോ. ഞാൻ ഒരു കമ്മലിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുള്ളൂ. മറ്റേതും കൂടെ ഒന്ന് നോക്കട്ടെ വിചാരിച്ച് ഈ കമ്മലിടാം. കമ്മൽ മാറ്റിയിട്ട് ഈ കമ്മലിടാം. എല്ലാം പറയണ തെറ്റിപ്പോവാണല്ലോ. അയ്യോ, അപ്പോൾ ഈ കാതിലത്തെയോ? ഞാനിത് എടുത്തില്ലായിരുന്നു കേസ്. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനിത് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് മതി. നമ്മളിപ്പോൾ മുടി ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ സ്ട്രെയിറ്റഡായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെറം കൂടെ മുടിയിൽ വേഗം തന്നെ അപ്ലൈ ചെയ്യാം. നമ്മൾ സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട് മുടിയിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഷോളും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഹെയർ കെട്ടണം. അപ്പോൾ ഞാൻ ഹെയർ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറയാൻ മറന്നു പോയി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഷോളും കൂടി ഇട്ടിട്ട് പോകാം. പിക്ക് വിളിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാമോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ജസ്റ്റ് ഷോൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ കല്യാണ വീട്ടിൽ വെച്ചിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം.
നല്ലതാണോ? നിങ്ങൾ പറ കേട്ടോ, നിങ്ങൾ കമൻറ്റിൽ ഉറപ്പായിട്ടും പറയണേ എങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഈ ലുക്കെന്ന്. ഓക്കെ, ബൈ, സീ യു ലേറ്റർ. പറയുന്ന പീഡ പോലെ തൂങ്ങും നടക്കും അരളിപ്പൂമിഴി കൊണ്ട് കവിതകൾ കുറിക്കും അതു കണ്ടൻ മനസ്സാകെ പതയ്ക്കും കരിമിഴിയുടനോട്ടം കണ്ട കരളാകെ കരളാട്ടം കൂറിമാണം പലതരമായ ചെന്നേറുമ്പി കൂറിയിരും കഥയൊരു കുറുക്കി കുറുത്തങ്കത്തിവളിന്റെ കുറക്കുറും ഉടക്കി പാടി നിന്റെ பெரியோனே என் ரஹ்மானே பெரியோனே ரஹீம் பெரியோனே என் ரஹ்மானே லாரியானது നമ്മുടെ ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിൽ എന്താ ഗൃഹപ്രവേശനം ആ പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവാം. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൂക്കുപാലത്തിൽ വന്നേക്കുവാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫറെ കാണണ്ടേ? ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഇവനാണ് നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ പോകുന്നത്. അനുഗ്രഹിച്ചിരിക്കുന്നു. സൽമാന്റെ ഒരു കുറവുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് റെഡി ആകാൻ പോവാണ്. ഞാനിപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തു. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. നമ്മൾ രാവിലെ മറന്നുപോയ സാധനമായിരുന്നു ഇത്, സൺസ്ക്രീൻ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ വൈകുന്നേരമായി ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. ഒന്ന് കാണട്ടെ. നമ്മൾ പിൽഗ്രിമിൻ്റെ ഫൗണ്ടേഷനാണ് രാവിലെ നമ്മൾ എടുത്തിട്ട് തൂത്ത് കളഞ്ഞ സാധനമാണ്. ഫൗണ്ടേഷനാണ് നമ്മൾ ഇടുന്നത്. രാത്രി കുറച്ചിങ്ങനെ എന്താ പറയുക, തിളങ്ങി നിൽക്കണ്ടേ. കൊച്ചു വൈറലാവട്ടെ. കൊച്ചു വന്നപ്പോഴേ എനിക്ക് വീഡിയോയിൽ കൊണ്ട് കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തോണ്ടെന്ന് കാണിച്ചപ്പോൾ ഇത്ര വൈറലാവട്ടെ എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. നമ്മുടെ കസിൻ്റെ കുട്ടിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടല്ലേ, നല്ല ചപ്പി. ഇഷ്ടപ്പെടുന്നില്ല അത്. ടാറ്റ പറഞ്ഞേ, ടാറ്റ. അങ്ങനെ കൊച്ചിനെ എടുത്തോണ്ടിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. വേഗം ടൈം കുറേ പോയിട്ടുണ്ട്. പോകണം. അപ്പോൾ ഇതാ നിങ്ങൾ പറയണം, രാവിലത്തെ ലുക്കാണോ വൈകിട്ടത്തെ ഈ ലുക്കാണോ നല്ലത്, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നോക്കണം. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നിപ്പോൾ വാപ്പിച്ച് വന്ന് എന്താണ് ഞാനിവിടെ കാണിക്കുന്നത്, എന്താണ് ഇവിടെ ശരിക്കും സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി വേഗം ഓഡിറ്റോറിയത്തിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നല്ലപോലെ താമസിച്ചു, ലേറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ചെന്നിട്ടും ചെറുക്കനും പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ റിസപ്ഷനും ഇതേ അവസ്ഥയായിരുന്നു. ഞങ്ങൾ കല്യാണം ചെറുക്കനും പെണ്ണും ഞങ്ങൾ ലാസ്റ്റാണ്, എല്ലാവരും വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ ഒരേ ഒരു പെങ്ങള്, ഞങ്ങളുടെ സ്വന്തം അനിയത്തിയാണ് അൽഫിയ. അപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ നാദിയുടെ കല്യാണം കഴിഞ്ഞു. എനിവേ ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് പുതിയ വീഡിയോസ് വരുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.